സുഡാൻ രക്ഷാദൗത്യം ഓപ്പറേഷൻ കാവേരി തുടരുകയാണ്. 10ാമത്തെ സംഘം പോർട്ട് സുഡാനിൽ നിന്ന് തിരിച്ചു. വ്യോമസേനാ വിമാനത്തിൽ 135 പേരും INS കപ്പലിൽ 326 പേരുമാണ് ജദ്ദയിലേക്ക് തിരിച്ചത്. ഭദ്രാചന്ദ്രനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഭദ്ര, ഓപ്പറേഷൻ കാവേരി എങ്ങനെ പുരോഗമിക്കുന്നു? ഫിറോസ്, തീർച്ചയായും 10ാമത്തെ സംഘമാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു ഡൽഹിയിലേക്ക് എത്തിയത്. അതേസമയം സുഡാനിൽ നിലവിൽ 72 മണിക്കൂർ നേരത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് 3ാം തവണയാണ് ഇത്തരത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഈദുൽ ഫിത്തർ പ്രമാണിച്ച് 3 ദിവസത്തെ വെടിനിർത്തലായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മുൻകൈ എടുത്തുകൊണ്ട് സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്നും ഒരു 72 മണിക്കൂർ നേരത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും അർദ്ധ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു വെടിനിർത്തൽ 72 മണിക്കൂർ നേരത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ അർദ്ധ സൈന്യത്തിന് ഐക്യദാർഢ്യം അല്ലെങ്കിൽ അവരോട് പിന്തുണ അറിയിച്ചുകൊണ്ട് സൈന്യവും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. 72 മണിക്കൂർ നേരത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ 2ാം തവണ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമയത്താണ് ഇന്ത്യക്കാരെ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള പൗരന്മാരെ സുഡാനിൽ നിന്ന് രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നത്. ആ ഒരു ദൗത്യത്തിലായിരുന്നു കാവേരി ദൗത്യവും ഉണ്ടായിരുന്നത്. അത് ഇന്ത്യയുടെ ഭാഗമായുള്ള ദൗത്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നിലവിൽ US, അതുപോലെ തന്നെ UK, മറ്റൊന്ന് ഐക്യരാഷ്ട്രസഭ, ഇവരുടെയൊക്കെ തന്നെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് അർദ്ധ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സൈന്യവും ആ ഒരു കരാറിൽ അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനത്തോട് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു സമയം, ഈ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം മുതലെടുത്തുകൊണ്ട് എന്ന് പറയുന്നു. മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തങ്ങളുടെ ആളുകളെ സുഡാനിൽ നിന്ന് രക്ഷിക്കാനുള്ള ദൗത്യത്തിലേക്ക് ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഇന്ത്യയിൽ നിന്നടക്കം 1850ഓളം പൗരന്മാരെ, ഇന്ത്യക്കാരെ രക്ഷിക്കാനായി സാധിച്ചിട്ടുണ്ട്. 3500-ലധികം ആളുകളാണ് സുഡാനിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇതിൽ 3100ഓളം ആളുകളുമായി ഓൺലൈനുമായി ബന്ധപ്പെടുന്നുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇവരിൽ 1800-ലധികം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ 72 മണിക്കൂർ നേരത്തെ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം അത് ഒരു നല്ല സൂചനയായിട്ടാണ് കരുതുന്നത്, രക്ഷിക്കാനുള്ള നല്ല സൂചനയായിട്ടാണ് കരുതുന്നത്. എന്തായാലും ഇന്ത്യക്കാരെ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ തന്നെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കുറച്ചുപേരെ ജിദ്ദയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതേസമയം മറ്റുള്ളവരെ ജോർദാനിലേക്ക് എത്തിക്കുന്ന ഒരു നടപടിയും നടന്നിട്ടുണ്ട്. അത് ജർമ്മനിയുടെ ഭാഗത്ത് നിന്നാണ് അത്തരമൊരു നീക്കം നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല. കാരണം നേരത്തെ ഈ ഈദുൽ ഫിത്തറിന് മുൻപ് ഒരു 24 മണിക്കൂർ നേരത്തെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം നടന്നപ്പോൾ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു പ്രകോപനം ഉണ്ടാവുകയും ഈ വെടിനിർത്തൽ ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഇത്തരത്തിലൊരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ പോലും ചെറിയ രീതിയിലുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചെറിയ എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇരുകൂട്ടരും വലിയ രീതിയിലേക്ക് സംഘർഷ സാധ്യതയിലേക്ക് കടക്കാനുള്ള സാഹചര്യവും ഉണ്ട് എന്നുള്ളത് കൂടി മുന്നിൽ കാണുന്ന ഒരു കാര്യം തന്നെയാണ്. അതേസമയം ഈ സുഡാനിലുള്ള അകപ്പെട്ട് കഴിയുന്നവർക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള ഒരു സൗകര്യം അതുകൂടെ ഈ ഒരു ഘട്ടത്തിൽ പരിഗണിച്ച് വരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്, ഫിറോസ്. മാത്രമല്ല, പല ആളുകളും ഇപ്പോൾ ഖർത്തൂമിൽ, നമുക്കറിയാം ഖർത്തൂമിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സുഡാന്റെ തലസ്ഥാനമാണ് ഖർത്തൂം. അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ തുടരുകയാണ്. നിലവിലും അത്തരം പ്രക്ഷോഭങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് നിന്ന് ആളുകൾ പലായനം ചെയ്യുന്ന ഒരു കാഴ്ച കൂടി കാണുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും ഒന്നും എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണുള്ളത്. മാത്രമല്ല, ഈ പ്രദേശത്തുള്ള ആശുപത്രികളിൽ ഏകദേശം 60% ആശുപത്രികൾ പ്രവർത്തനരഹിതമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആശുപത്രിയിൽ ജീവനക്കാരില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആക്രമണത്തിൽ പല ആശുപത്രികളുടെയും പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. വേണ്ട സൗകര്യങ്ങളൊന്നും തന്നെയില്ല. ഉപകരണങ്ങളൊക്കെ താറുമാറായ രീതിയിലാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. എന്തായാലും ഇന്ത്യയിലുള്ള ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. കാവേരിയുടെ അടുത്ത ദൗത്യവും ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. നാവികസേനയും അതുപോലെ തന്നെ വ്യോമസേനയും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ വലിയ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്, ഫിറോസ്.
ധരൻ സൗദി അറേബ്യയിലെ ജദ്ദയിൽ തമ്പടിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? ഈ മിഷൻ്റെ ഇനി വരുന്ന ദിവസങ്ങളിലുള്ള വരുന്ന മണിക്കൂറുകളിലുള്ള സ്വഭാവം എന്തായിരിക്കുമെന്ന് നമുക്ക് കരുതാം. അതുപോലെ സുഡാനിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരുടെ അവസ്ഥയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഫിറോസ്, എനിക്ക് തോന്നുന്നു, അതായത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് വരെ വലിയ രീതിയിലുള്ള ആശങ്കയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആശങ്കയിൽ ചെറിയ രീതിയിൽ ഒരു സമാധാനം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ വെടിനിർത്തൽ വന്നതോടുകൂടി ആളുകളെ രക്ഷിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം വിദേശകാര്യ മന്ത്രാലയത്തിനുണ്ട് എന്നുള്ളതാണ്. ജിദ്ദയിൽ ഇരുന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും എല്ലാ ആവശ്യങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. എന്തായാലും 1800ഓളം ആളുകളെ രക്ഷിക്കാൻ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ സാധിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും ബാക്കിയുള്ള ഇന്ത്യക്കാരെ രക്ഷിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. പക്ഷേ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളും ഈ ഘട്ടത്തിൽ എടുത്ത് പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകളെയും ഒക്കെ കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലേക്ക് എത്തിച്ചത്. അവർ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ രക്ഷാദൗത്യം, കാവേരി ദൗത്യം, അത് വരും മണിക്കൂറുകളിലും പുരോഗമിക്കുമെന്ന് തന്നെയാണ് ഫിറോസ് പറയാനുള്ളത്. INSൻ്റെ 3 കപ്പലുകളാണ് ഇതിനു വേണ്ടി ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വ്യോമസേനയും വളരെ വലിയ രീതിയിൽ കർമ്മനിരതരായി തന്നെ കൂടെ നിൽക്കുന്നുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഫിറോസ്, ഭദ്ര, നമുക്ക് മലയാളികളുടെ കാര്യം പ്രത്യേകമായി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടോ? അതായത് ഈ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളുടെ കാര്യം അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായി നമുക്ക് എടുത്തു പറയാനുണ്ടോ? ഫിറോസ്, ഏകദേശം 250ഓളം മലയാളികളായിരുന്നു മൊത്തത്തിൽ സുഡാനിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നത്. അതിൽ ഒരാളാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം അനഘ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതായത് ഏകദേശം ഒരു 10ഓളം ആളുകൾ നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയിരുന്നു. കാക്കനാട് സ്വദേശികളായിരുന്നു അവർ പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ വേദനാജനകമാണ്. കാരണം യുദ്ധമുഖത്ത് നിന്ന് മരണമുഖത്ത് നിന്നും രക്ഷപ്പെട്ട ആ ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു മരണം മുന്നിൽ കണ്ട ആ ഒരു മുഖം തന്നെയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അവരുടെ ഓരോ വാക്കുകളിലും അത് അലയടിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത്, അതുപോലെ മറ്റ് കാഴ്ചകളൊക്കെ തന്നെ അവർ വിശദീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സുഡാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 250ഓളം മലയാളികളാണ് മൊത്തത്തിൽ സുഡാനിൽ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് ആദ്യം റിപ്പോർട്ട് വന്നിരുന്നത്. എന്തായാലും നിലവിൽ ഈ രക്ഷപ്പെടുത്തിയ ആളുകളുടെ കൂട്ടത്തിലൊക്കെ തന്നെ മലയാളികളും ഉണ്ട്. ഡൽഹിയിൽ ഇപ്പോൾ എത്തിയിട്ടുള്ള ഈ 10ാം ഘട്ടത്തിൽ എത്തിയിട്ടുള്ള ആളുകളിലും ഈ മലയാളികൾ ഉൾപ്പെടുന്നു എന്നാണ് ഫിറോസ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു വ്യക്തമായൊരു കണക്ക് അത് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് ഈ മലയാളികളുടെ കണക്കുകൾ സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ തന്നെ നൽകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഫിറോസ് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതെ, ഓപ്പറേഷൻ കാവേരി തുടരുകയാണ്. ഭദ്രാചന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്.